ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് ഹാപ്പി ഓണം. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ ചെയ്യുന്നത് നമ്മളിതാ എണീച്ച ഉടനെ തന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി ഇടുക എന്നുള്ളതാണ് കേട്ടോ. ധനുഷ് ബേബിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോളാണ് അവിടെ വെച്ചേക്കുന്നത്. ഓൾറെഡി ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തിട്ടായിരുന്നു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാൻ വേണ്ടി നിന്നത്. ഇനി ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നേരെ താഴോട്ടേക്കാണ് പോകുന്നത്. കിച്ചണിൽ ചെന്ന ഉടനെ തന്നെ ഒരു ചായയാണ് ഫസ്റ്റ് തന്നെ ഇട്ട് കുടിക്കുന്നത്. ചായ ഇതുപോലെ രാവിലെ കുടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ പൂക്കളൊക്കെ ഇടുന്നത്. പൂക്കളൊക്കെ ഇന്നലെ രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ മഹിജാബായ് വിസ്മയ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു കൊറിയർ വന്നതാണ്. ഇതെനിക്കല്ല, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മൈജാബായ് വിസ്മയ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നൊരു ഓർണമെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അതിലുപരി എനിക്ക് പറയാനുള്ളത് റേറ്റാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അവരിത്. അപ്പോൾ ഞാനിതാ റിലാക്സ് ചെയ്തിരുന്ന് ചായ കുടിക്കണ്ടേ. അതിന് ശേഷമാണ് നമ്മൾ തിരുവോണത്തിന് പൂക്കളം സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഹസ്ബൻഡ് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കൂടെ വൈശാഖേട്ടനും അവർ രണ്ടാളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചീരയുടെ നിറവുള്ള ഈ ഒരു ഇലയുണ്ടല്ലോ, ഇത് നമ്മൾ പൂക്കൾ ഇടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. അത് മുറിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഇത് തലേന്ന് എന്താ പറയുക വൈകുന്നേരം പറിക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേങ്കിൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെയാണ് ഇതിപ്പോൾ പറിച്ചെടുക്കുന്നത്. അങ്ങനെ അതും പറിച്ചിട്ട് ഞാനിത് സഞ്ചിയിൽ തൂക്കിയിട്ട് പോകുകയാണ് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അതിന് ശേഷമാണ് പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ച് കഴിഞ്ഞ് അതിന് ശേഷം എന്താ ചെറിയ പൂക്കളം ഇടാനായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂക്കളം എന്ന് പറയുമ്പോൾ വളരെ വലിയ പൂക്കളമോ അല്ലെങ്കിൽ ഭയങ്കര ഡിസൈനിങ്ങോ ഒന്നും അല്ല കേട്ടോ. വളരെ നോർമൽ ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു പൂക്കളാണ് ഒരുക്കുന്നത്. പൂക്കള മത്സരത്തിനോ അങ്ങനത്തെ സംഭവത്തിനോ ഒന്നും ചേർന്നില്ല. ഞാനിവിടെ പൂക്കളം ഒരുക്കുമ്പോൾ പിന്നെ ധനുഷ് ബേബി അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ വാങ്ങാൻ പോയ ടീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ധനുഷ് ബേബി എൻ്റെ മടി കയറി ഇരിക്കാണ്ട് അങ്ങനെ പൂക്കളിടാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. എൻ്റെ മടി തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എൻ്റെ മുഖഭാവം കണ്ടാൽ അറിയാലോ. കാരണം ഇതൊക്കെ ഇട്ട് തീർക്കണമല്ലോ പെട്ടെന്ന് തന്നെ. അപ്പോൾ അതാ ഇട്ട് നല്ലപോലെ ഒരു ക്ഷീണമൊക്കെ വന്നതിന് ശേഷം ഞാൻ കരുതി ചായ കുടിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന്. അമ്മ ചായയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധനുഷ് ബേബിയും അവൻ്റെ ഡാഡിയും കൂടെ എവിടത്തേക്കോ പോകുന്ന നേരത്തെ പറഞ്ഞ കൊറിയർ ഉണ്ടല്ലോ, അത് ആ ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ആ ഒരു പേജ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി കളക്ഷൻസാണ്. അപ്പോൾ ഇതാ എൻ്റെ ഇന്നത്തെ ഒരു ഓണത്തിൻ്റെ പൂക്കളം ഫൈനൽ ലുക്കാണിത്. ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിളായിട്ട് അധികം വെറൈറ്റി ഒന്നും ഇല്ലാതെ ഒരു നോർമൽ പൂക്കളാണ് നമ്മൾ ഒരുക്കിയേക്കുന്നത്. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് എത്തിയപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ഡ്യൂട്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛനിവിടെ മട്ടൺ ഫ്രൈ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കിങ്ങനെ എടുത്തോക്കണമെങ്കിലേ വെളിച്ചിട്ടിട്ട് ഒന്നുമില്ല, അപ്പോൾ ഇന്നത്തെ ഇവിടെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ കറി, അതുപോലെ തന്നെ നെയ്ച്ചോറ്, പിന്നെ മട്ടൺ ഫ്രൈ ആണ് കേട്ടോ. മോസ്റ്റ്ലി ഇവിടെ എല്ലാ ആഘോഷങ്ങൾക്കും ബിരിയാണിയാണ് പൊതുവേ ഉണ്ടാക്കാറുള്ളത്. പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിതാ സലാഡിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് മല്ലിയില ഇല്ല എന്നുള്ളത് മനസ്സിലായത്. ഓർമ്മയില്ല കേട്ടോ വാങ്ങിക്കാൻ. അപ്പം മല്ലിയിലേൻ്റെ അതേ ചുവയുള്ള മറ്റൊരില രജനീഷിൻ്റെ വീട്ടിലുണ്ട്. അവിടെ നിന്ന് പറിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഇത് നമ്മളെ മല്ലിയിലേൻ്റെ അതേ എന്താ പറയുക ചുവയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുറിച്ച് സെറ്റാക്കി. അപ്പോൾ ഇത് ബേബി ആണെങ്കിൽ അവിടെ നല്ല സുന്ദരനായിട്ട് മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാനിനി അടുത്തത് പാത്രമൊക്കെ വടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വടിച്ചെടുക്കാം. കറിവേപ്പില ഇതുപോലെ 2-3 വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് ഇതുപോലെ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നമ്മളൊരു കുപ്പിയിലിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് കുറേ നാൾ നമുക്ക് വാടാതെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പായസമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മല്ലിയില ഞാനിതാ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പാലട പ്രഥമനാണ് വെക്കുന്നത്.
പായസം ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് അമ്മ അത് പാലട ഇട്ട് കൊടുക്കാനുണ്ട് അതിനകത്ത്. ഈ ഒരു പായസം നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ആ ഒരു ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒരു തിക്കായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു, ഭയങ്കര ലൂസായിട്ടായിരുന്നു. അപ്പോൾ പാത്രം ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചപ്പോൾ ഇതാ നമ്മൾ പാത്രം ചെറിയ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പായസത്തിൻ്റെ പെട്ടെന്ന് അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിക്ക് പാലൊഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കുമ്പോൾ തന്നെ നമ്മൾ പാത്രം ഒന്ന് മാറ്റി. അപ്പോൾ ഇത് ഹസ്ബൻഡിന് മാറ്റി വെച്ചേക്കുന്നതാണ്. പുള്ളിക്ക് ഇതുപോലെ മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മട്ടൻ റെഡി ആയിട്ടുണ്ട്, അതുപോലെ ചിക്കൻ കറി, സലാഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം വെക്കാൻ വേണ്ടി ഇനി നെയ്ച്ചോറ് വെക്കണം. അപ്പം ഞാൻ ഇനി അടുത്ത പരിപാടി കുളിക്കാന്നുള്ളതാണ് കേട്ടോ. കുളിക്കാൻ വേണ്ടി പോവുകയെന്ന്. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് കുറ്റ്യാട്ടൂർ എൻ്റെ വീട്ടിലേക്ക് പോകണമല്ലോ, അപ്പോൾ അതിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ദിയക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴെ ആപ്പൻ്റെ മോളാണിത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതുപോലെ എല്ലാ പണിയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പുറത്തൊക്കെ വന്നിരുന്ന് വർത്താനമൊക്കെ പറയുകയാണ് എല്ലാവരും. അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ പോയി. നല്ല രസമാണ്. കുറവല്ല, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, അടയ്ക്കുന്നതാണ് അതിൻ്റെ ഒരു ഫോട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓണസദ്യ എന്നൊന്നും എന്തായാലും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഹസ്ബൻഡ് അവിടെ നിന്ന് ഷോ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും, ഇപ്പോൾ ഒരാൾ മിസ്സിങ് ആണ്, ആകാശില്ല, അവൻ പുറത്ത് പോയിട്ടാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പം അവനവിടെ സദ്യയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇതാ എടുത്ത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കണമെങ്കിൽ ഒന്നുകിൽ വിഷു അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റുകൾ വരണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓണം അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ മാത്രമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താ പറയുക, TV വെച്ച റൂമിൽ തന്നെയാണ് കഴിക്കുക, സിറ്റിംഗ് റൂമിൽ തന്നെ. അപ്പോൾ ഞാനിതാ, നമ്മൾ പൊതുവേ ചോറ് കഴിച്ച ഉടനെ തന്നെ ഞാനങ്ങനെ പായസം കുടിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം പായസം കുടിക്കാമെന്ന് കരുതിയിട്ട് ഇതെല്ലാവരും പായസം അപ്പം തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ധൻഷുവിന് രാവിലെ തന്നെ പുടികിട്ടാ പുള്ളിയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ചേച്ചിമാരെ കിട്ടിയ സന്തോഷത്തിൽ അവന് നമ്മളെ ഒന്നും വേണ്ട, ഫുഡ് കഴിക്കാൻ വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പോയി വിളിച്ചിട്ടായാലും അവൻ വന്നതേ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞതിന് ശേഷം ഒന്ന് എന്താ പറയുക, വിശ്രമിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം വിശ്രമിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോകണം, കുറ്റ്യാട്ടൂർ. അപ്പോൾ അതിന് വേണ്ടി റെഡി ആകാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷന്, കാതിൽ ഏതിടണം, കമ്മൽ ഏതിടും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക്. അപ്പോൾ 2-3 വട്ടം ഞാൻ ഇതുപോലെ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കഴുത്തൊടിഞ്ഞ സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത്. കഴുത്തൊടിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ഒരു വശം ഇതുപോലെ കീറിയിട്ടുണ്ട്. എനിക്കെന്താ പറയുക, ചങ്കൊക്കെ ഒടിഞ്ഞിരിക്കുന്ന സംഭവമില്ല, അതുപോലെയാണ് അതിനെ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ, ടിൻറ്റഡ് സൺസ്ക്രീനാണ്. അപ്പോൾ രണ്ടാമത്തെ കമ്മൽ ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് തന്നെ എന്തൊക്കെയോ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇട്ട ആ ഒരു കമ്മൽ വീണ്ടും എടുത്തിട്ടിട്ടുണ്ട്. ഒരു കമ്മലിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് തോന്നും അത് സ്യൂട്ടാകുന്നില്ല എന്ന്. അപ്പോൾ വേറെണ്ണം കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കുറേ കമ്മലുണ്ടായിക്കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം എന്ന്. 2, 3, 4 കമ്മലേ ഉണ്ടാവാൻ വേണ്ടി പാടില്ല, അതിന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട് വലിയ കാര്യത്തിന്, അതൊക്കെ ഞാൻ വലിയ മാറ്റിച്ചാലും. അപ്പോൾ ലാസ്റ്റ് ഞാൻ ആ ഒരു ചെറിയ കമ്മലിലൊതുക്കി, പിന്നെ അത് മാറ്റി ഈ ഒരു വലിയ കമ്മൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു വൈറ്റ് ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, അത് മീഷോന്ന് വെറും 300 രൂപയ്ക്ക് 5 മീറ്റർ തുണി വാങ്ങിച്ച് തയ്ച്ചതാണ് കേട്ടോ. അടിപൊളിയാണ്, ആ ക്ലോത്തിന് ഒന്നും തന്നെ പറ്റിയില്ല. ഞാൻ വാഷ് ചെയ്തതാണ്, നല്ല ക്വാളിറ്റിയിൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ധൻഷു ബേബിനെ കണ്ടോ, എല്ലാവരും എന്താ പറയുക, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ ധൻഷു ബേബിക്ക് ഓണക്കോടി വേണ്ട, ഏതോ പഴയ പങ്ക്രാസ് ഡ്രസ്സ് ഇട്ടിട്ടാണ് അവൻ വരുന്നത് കേട്ടോ. കാരണം അവനിപ്പം ഭയങ്കര ഇതാണ്, ഇഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ ഇടുമെന്ന്.
അപ്പോൾ അങ്ങനെ നമ്മൾ മയിലെത്തിയിട്ടുണ്ട്. മയിലെത്തിയപ്പോൾ ഇന്ന് നബിദിനം കൂടി ആണല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികൾ, നല്ല അടിപൊളി ദഫും മുട്ടി കാര്യങ്ങൾ. ഇതിനൊക്കെ മ്യൂസിക് ഉണ്ട്. മ്യൂസിക് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല, എല്ലാം ഓഫാക്കി വെക്കലാണ് കേട്ടോ. എപ്പോഴും മ്യൂസിക്കാൻ ആഡ് ചെയ്യലില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പരിപാടിയായിരുന്നു. പിന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എൻ്റെ നാട്ടിലെത്തി. എൻ്റെ നാട്ടിലെ മുത്തപ്പൻ ക്ഷേത്രമാണത്. അവിടെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മളങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ചെമിട്ടകൾ രണ്ടാളും ഓടി വന്നിട്ടുണ്ട്. അവർ കുറേ നേരമായിട്ട് റോഡുമിലാണ് നമ്മളെയും കാത്ത് നിൽക്കുന്നതെന്നാണ് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞത്. ധൻഷൂരി ഡ്രസ്സിനെ കുറിച്ചാണ് ഇവിടെ സംസാരം. പഴയ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് കേട്ടോ. ഒരു ചേച്ചി തരുവാ? താങ്ക് യു. അടനോടത്തെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പൂക്കളം ഇവിടെ കുറ്റ്യാട്ടൂരിലെ വീട്ടിലൊരുക്കിയത്. അപ്പോൾ ഇവർ എല്ലാവരും എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ദേവിക്കാണെങ്കിൽ അവൻ എഴുതി പഠിച്ചതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും സിസ്റ്ററും കൂടി ഇതാ നമുക്ക് വേണ്ടിയിട്ടുള്ള ചായയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ബിരിയാണിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ഇല്ല, അപ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ നമ്മളിതാ ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പുറത്തുനിന്ന് ചായ കുടിക്കാനാണ് നോക്കുന്നത്. ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് പുറത്തുനിന്ന് ചായ കുടിക്കാൻ. ഞാനുള്ള അങ്ങനെ നമ്മൾ ചായ കുടിക്കൽ വിത്ത് വർത്താനാണ് ഗൈസ്. വണ്ടിയാ അത് അച്ഛൻ്റെ വണ്ടിയാ. അച്ഛൻ ഇവിടെ കുറേ ചെടിച്ചട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാനാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളി ചെടിച്ചട്ടിയാണ്, വാർത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഷേപ്പിൽ അത്യാവശ്യം വലുപ്പമുള്ള ചട്ടികളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിന് ഹോൾസും ഇട്ടിട്ടുണ്ട് വെള്ളം പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുന്നതാണ് കേട്ടോ. പിന്നെ മല്ലികയുടെ ഒരുപാട് തൈകൾ ഇവിടെയുണ്ട്. പിന്നെ തേനീച്ച, മീറ്റർ ബോക്സിൽ പണ്ടേ ഉള്ളതാണ് ഇവിടെ തേനീച്ച. നമുക്ക് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ നിന്നൊക്കെ അധികവും ചെറുതേനൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് എൻ്റെ അനിയത്തിയുടേതാണ്. ഞാൻ വന്നപ്പോൾ മാറ്റാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ മെയിൻ കലാപരിപാടിയായ പൂ വാരിച്ചാടലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇത് ഓണം കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പൊതുവേ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ പിള്ളേർ സെറ്റ് ചെയ്തൊക്കെ അന്നത്തെ ദിവസം തന്നെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാനും കൂടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഈ പൂവ് ഇതുപോലെ മേലോട്ട് എറിയുമ്പോൾ ഒരു പ്രത്യേക തരം ഹാപ്പിനെസ് ആണ് കേട്ടോ. അപ്പോൾ ആമയ്ക്ക് ആകെ പേടിയുള്ള ഒരാൾ ഇങ്ങേര് മാത്രമാണ്. ആമ അടുത്തേക്ക് പോവത്തേ ഇല്ല കേട്ടോ, അവിടെ പിടിച്ച് വെച്ചേക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി ചായയും കടിയൊക്കെ എടുത്ത് വന്നിട്ട് ഈ ഒരു ടേബിളിൻ്റെ മേലെ വെച്ചതും അത്രേ ഓർമ്മയുള്ളൂ. പാത്രം ഫുള്ള് നിലത്തായിരുന്നു കേട്ടോ. അതായത് ആ ഒരു ടേബിളിൻ്റെ ഗ്ലാസ് ഈ അടുത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആർക്കും ഓർമ്മയുണ്ടാകത്തില്ല. ഇതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററും പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ എനിക്ക് ഇതേ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ ചോറ് തിന്നതിന് മുന്നേ കുറച്ച് പ്രഥമനാണ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതെടുത്ത് കുടിച്ചതിന് ശേഷം ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ചോറ് കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി എന്നുള്ള അവസ്ഥയെ. കാരണം കണ്ടോ, ഒരു പ്ലേറ്റ് നിറച്ച് എൻ്റെ അമ്മ ചോറ് കോരി ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ അച്ഛൻ്റെ വകയും കൂടെ അച്ഛൻ റേഷൻ അരിയും കുറച്ച് തിന്നോ, മറ്റേ ചോറ് തിന്നാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് റേഷൻ അരിയും കറിയും കൂട്ടി തിന്നോന്ന് എൻ്റെ അച്ഛൻ കോരി ഇടുന്നതാണ് കേട്ടോ. ഇവിടെ വന്നാലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വരുന്നവരൊക്കെ എന്താ പറയുക, വയറ് നിറച്ച് കഴിക്കണം എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ നമുക്ക് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ.
പണ്ട് മുതലേ അച്ഛനും അമ്മയും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ തടിക്കാനൊക്കെ ആയിട്ട് പല സംഭവങ്ങളും മാറ്റി മാറ്റി അവർ ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷെ നമുക്ക് പണ്ടൊന്നും അങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഇഷ്ടമേ അല്ല. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോഴൊക്കെ ആണെങ്കിലാണ് ചോറൊക്കെ കഴിക്കണം എന്നുള്ള ആ ഒരു ബോധമൊക്കെ വന്നത് കേട്ടോ. പണ്ട് ചോറ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഇതാണ് കഴിക്കാനൊക്കെ. പണ്ട് ഇതുപോലെ എന്തെങ്കിലും പൊട്ടിക്കുന്ന സംഭവങ്ങൾ അതൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഇത് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ്. ഇവർ അച്ഛനും അനിയത്തിയും തന്ന ഓണക്കോടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കാൻ കരുതിയിട്ട് അവിടെ കയറി. എൻ്റെ വീട്ടിൽ എപ്പോൾ പോയിട്ട് വരുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ് ഉണ്ടാവാറ്. കാരണം അച്ഛനും അമ്മ ഇവിടെ ഒറ്റക്കാണ് എന്നൊക്കെ ഉള്ളത് ഓർത്തിട്ട് ഇനി ഇത്തിരി സങ്കടത്തിനൊരു കുറവുണ്ട്. അതായത് സിസ്റ്ററും കുട്ടികളൊക്കെ അവിടെ ഉണ്ട്, അവർക്ക് കൂട്ടായിട്ട് എന്നുള്ള ആ ഒരു ഇതിൽ. അതുപോലെ തന്നെ ആയിരിക്കും അവൾക്കും. ഞാനവിടെയുള്ള സമയത്ത് അവൾ തിരിച്ച് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുമ്പം അവൾക്കും ഇതുപോലെ ആശ്വാസമൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ അവർക്ക് ധനുഷിന് കിട്ടിയ ഓണക്കോടിയാണ് കേട്ടോ. ആ റോസും ബ്ലാക്കും എൻ്റെ അച്ഛൻ കൊടുത്ത ഓണക്കോടിയാണ്. നടുക്കുള്ളത് ഇവിടുത്തെ അച്ഛൻ കൊടുത്തതാണ്. പിന്നെ ഈ ഒരു ചുവപ്പും ആ മുണ്ടും എൻ്റെ അനിയത്തി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ, ഓണക്കോടിയാണ്. അപ്പോൾ ധനുഷ് ബേബിക്ക് അങ്ങനെ ഒരുപാട് ഓണക്കോടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഓണം വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.